യുദ്ധം അവസാനിച്ചു. യുദ്ധക്കളം നിശബ്ദമായിരുന്നു. എന്നിട്ടും ഏറ്റവും ഇരുണ്ട പ്രവൃത്തി വരാനിരിക്കുന്നതേയുള്ളൂ. അശ്വത്ഥാമാവ് യോദ്ധാക്കളെ കൊന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ അവൻ കൊന്നു. ആ ഒരു പ്രവൃത്തിയിലൂടെ അവൻ തലമുറകളെ ശപിച്ചു. കാരണം പ്രതികാരം സുഖപ്പെടുന്നില്ല, അത് നശിപ്പിക്കുന്നു. കുരുക്ഷേത്രം അവസാനിച്ചു. ദുര്യോധനൻ തകർന്നു കിടന്നു, അവന്റെ ശരീരം തകർന്നു, അവന്റെ സ്വപ്നങ്ങൾ തകർന്നു. എന്നാൽ അവന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് അശ്വത്ഥാമാവ് മരിച്ചില്ല. അവൻ എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ദ്രോണാചാര്യൻ മരിച്ചു. യുദ്ധത്തിലല്ല, യുധിഷ്ഠിരൻ പറഞ്ഞ ഒരു നുണയിലൂടെ. പാണ്ഡവരെപ്പോലും വേട്ടയാടിയ ഒരു നുണ. എന്നാൽ അശ്വത്ഥാമാവിന് അത് വഞ്ചനയായിരുന്നു. ധർമ്മത്തിന്മേലുള്ള ഒരു കളങ്കം. അവൻ മറക്കാൻ കഴിഞ്ഞില്ല. അവൻ ക്ഷമിക്കുമായിരുന്നില്ല. അങ്ങനെ രാത്രിയുടെ മറവിൽ, ലോകം ഉറങ്ങുമ്പോൾ, ദുഃഖവും ക്രോധവും കൊണ്ട് നയിക്കപ്പെട്ട അശ്വത്ഥാമാവ് ചിന്തിക്കാൻ പോലും കഴിയാത്തത് ചെയ്തു. അയാൾ പാണ്ഡവ പാളയത്തിലേക്ക് നുഴഞ്ഞുകയറി. ബഹുമാനത്തോടെയല്ല, യുദ്ധത്തിനല്ല, പക്ഷേ രക്തത്തിനുവേണ്ടി. പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ 5 ഇളയ പുത്രന്മാർ ആയിരുന്നു. ഉറങ്ങുന്നു, നിരപരാധി. അവൻ അവരെയെല്ലാം കൊന്നു. ഓരോരുത്തരും രക്തസ്പർശത്തോടെ. സൂര്യൻ ഉദിച്ചപ്പോൾ കുന്തി അലറി. ദ്രൗപദി കരഞ്ഞു. എല്ലാം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന യുദ്ധം, അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടം കടന്നുപോയി. യുദ്ധക്കളത്തിലല്ല, പക്ഷേ പ്രതികാരത്താൽ വിഷം കലർന്ന മനുഷ്യഹൃദയങ്ങളിൽ. അശ്വത്ഥാമാവ് ഒന്നും നേടിയിരുന്നില്ല. അവൻ ആരോടും പ്രതികാരം ചെയ്തില്ല. പകരം അവൻ ശപിക്കപ്പെട്ടവനായി, അക്ഷരാർത്ഥത്തിൽ. കൃഷ്ണൻ അവനെ ഭൂമിയിൽ എന്നേക്കും ചുറ്റിനടക്കാൻ ശപിച്ചു. രോഗബാധിതനായി, സ്നേഹിക്കപ്പെടാത്തവനായി, അമർത്യനായി, ജീവിതകാലം മുഴുവൻ പാപഭാരം വഹിച്ചുകൊണ്ട്. പ്രതികാരം അവൻ സമാധാനം നൽകിയില്ല. അത് അവന്റെ മനുഷ്യത്വത്തെ നഷ്ടപ്പെടുത്തി. അവൻ പാണ്ഡവരുടെ പുത്രന്മാരെ കൊന്നില്ല. അവൻ പ്രതീക്ഷയെ കൊന്നു. അവൻ ധർമ്മം തകർത്തു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ സ്വന്തം പാരമ്പര്യം അവസാനിപ്പിച്ചു. അശ്വത്ഥാമാവ് കോപത്തിൽ നാശം തിരഞ്ഞെടുത്തു. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ തെറ്റ് ചെയ്യപ്പെടുമ്പോൾ നിർത്തുക. കാരണം പ്രതികാരം വേദന അവസാനിപ്പിക്കുന്നില്ല, അത് വർദ്ധിപ്പിക്കുന്നു. അശ്വത്ഥാമാവ് താൻ ബഹുമാനം പുനഃസ്ഥാപിക്കുകയാണെന്ന് കരുതി. പക്ഷേ അദ്ദേഹം ഒരു ഇതിഹാസമായി മാറി, ധീരത കൊണ്ടല്ല. മറിച്ച് അദ്ദേഹം ധർമ്മത്തെ കൊന്ന രാത്രി കൊണ്ടായിരുന്നു അത്. നിങ്ങളുടെ പ്രവൃത്തികൾ തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾ എന്ത് പറയും? നീതി സുഖപ്പെടുത്തുന്നു, പ്രതികാരം നശിപ്പിക്കുന്നു.